ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ. ഞാൻ ശ്രീകല. നമ്മളുടെ HSSC പരീക്ഷയ്ക്ക് ശേഷം ഇന്ന് ഉദ്യോഗാർത്ഥികൾക്കിടയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംശയം, എന്നാണ് NVHSC നോട്ടിഫിക്കേഷൻ വരിക, എല്ലാ വിഷയങ്ങൾക്കും വരൂ, എന്താണ് ഇപ്പോഴുള്ള കറന്റ് സ്റ്റാറ്റസ്, ഇങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങളാണ് ഉദ്യോഗാർത്ഥികൾക്കിടയിലായിട്ടുള്ളത്. സോ ഈ എല്ലാ സംശയങ്ങളും അഡ്രസ് ചെയ്യുന്ന ഒരു കോമൺ വീഡിയോ ആണിത്. ത്രൂ ഔട്ട് കാണുക. അപ്പോൾ നമ്മുടെ 2023 പ്രധാനപ്പെട്ട ഒരുപാട് വിജ്ഞാപനങ്ങൾ വന്നത്. ഇപ്പൊ കെമിസ്ട്രി NVT ജോഗ്രഫി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 87/2023 ആയിരുന്നു കാറ്റഗറി നമ്പർ. 360 ആപ്ലിക്കൻസ് ഉണ്ടായിരുന്നു. റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് November 5, 2024 കാൻഡിഡേറ്റ് ലിസ്റ്റിലുണ്ടായിരുന്ന കാൻഡിഡേറ്റ്സിന്റെ എണ്ണം 230 ആണ്. ഇനി 88/2023 NVT ജൂനിയർ ഇൻ മാത്തമാറ്റിക്സ്, അവിടെ ആപ്ലിക്കൻസ് ഉണ്ടായിരുന്നത് 2998 ആപ്ലിക്കൻസ് ആണ് ഉണ്ടായിരുന്നത്. സെപ്റ്റംബർ 12, 2024 ഇതിന്റെ റാങ്ക് ലിസ്റ്റ് വന്നത്. മെയിൻ ലിസ്റ്റിൽ അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ 1989 ഉദ്യോഗാർത്ഥികൾ ഉണ്ടായിരുന്നു. 7 പേർക്കാണ് നിയമനം നടന്നിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാം 2024 ഈ റാങ്ക് ലിസ്റ്റ് വന്നിരിക്കുന്നത്. സോ ഇതിന്റെ കാലാവധി എന്ന് പറയുന്നത് 2027 വരെ ആയിരിക്കും അല്ലെ. ഇനി അടുത്ത വിഷയം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 399/2022 NVT കോമേഴ്സ് 4087 ആപ്ലിക്കൻസ് ആണ് ഉണ്ടായിരുന്നത്. ഇതിന്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് October 22, 2024 2875 പേരാണ് അവിടെ ലിസ്റ്റിലുണ്ടായിരുന്നത്. 8 അഡ്വൈസോളം പോയിട്ടുണ്ടായിരുന്നു. 401/2022 NVT ഇംഗ്ലീഷ് സീനിയർ 5573 പേരാണ് ആപ്ലിക്കൻസ് ഉണ്ടായിരുന്നത്. സെപ്റ്റംബർ 10 ഇതിന്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നു. 3895 പേര് റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. 7 പേർക്കാണ് അഡ്വൈസ് ലഭിച്ചത്. ഇനി 402/2022 NVT മാത്തമാറ്റിക്സ് സീനിയർ, അവിടെ 2675 ഉദ്യോഗാർത്ഥികളാണ് ആപ്ലിക്കൻസ് ഉണ്ടായിരുന്നു. സെപ്റ്റംബർ 12, 2024 നമ്മുടെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നു. 1759 കാൻഡിഡേറ്റ്സ് ലിസ്റ്റിലുണ്ടായിരുന്നു. 2 പേർക്കാണ് അഡ്വൈസ് പോയിട്ടുള്ളത്. 590/2022 NVT എക്കണോമിക്സ് ജൂനിയർ 2284 അവിടുത്തെ ആപ്ലിക്കൻസിന്റെ കൗണ്ട്. റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്ന ഡേറ്റ് എന്ന് പറയുന്നത് 22/11/2024 1552 പേരാണ് ഉണ്ടായിരുന്നത്. 5 അഡ്വൈസ് ഇപ്പോൾ പോയിട്ടുണ്ട്. ഇനി വീണ്ടും NVT ഹിസ്റ്ററി 586/2022 1887 പേരാണ് ആപ്ലിക്കൻസ് ഉണ്ടായിരുന്നത്. ഇതിന്റെ റാങ്ക് ലിസ്റ്റ് October 18, 2024 നിലവിൽ വന്നിട്ടുള്ളത്. 1403 കാൻഡിഡേറ്റ്സ് ഉണ്ടായിരുന്നു. അഡ്വൈസ് 4. 587/2022 NVT ഫിസിക്സ് ജൂനിയർ 2744 ഉദ്യോഗാർത്ഥികളാണ് ലിസ്റ്റിലുണ്ടായിരുന്നത്. റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 19/12/2024 1860 കാൻഡിഡേറ്റ്സ് ആണ് ആ ഒരു റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. 15 അഡ്വൈസോളം പോയിട്ടുണ്ട്. ഇനി 588/2022 NVT ബയോളജി 3754 ആപ്ലിക്കൻസ് ഉണ്ടായിരുന്നു. October 8, 2024 October 8 ഇതിന്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത്. 2324 പേരാണ് റാങ്ക് ലിസ്റ്റ് ഉണ്ടായിരുന്നത്. 13 അഡ്വൈസ് പോയിട്ടുണ്ടായിരുന്നു. ഇനി NVT ഇംഗ്ലീഷ് ജൂനിയർ, അവിടെ 29 അഡ്വൈസ് പോയതാണ്. നേരത്തെ നമ്മൾ പറഞ്ഞത് സീനിയർ ആണ്. 29 അഡ്വൈസ് പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ 5167 കാൻഡിഡേറ്റ്സ് ആണ് ഉണ്ടായിരുന്നത്. സെപ്റ്റംബർ 10, 2024 ഇതിന്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത്. 3764 പേര് ലിസ്റ്റിലുണ്ടായിരുന്നു. 608/2022 NVT ഇംഗ്ലീഷ് സീനിയർ, അത് സ്പെഷ്യൽ നോട്ടിഫിക്കേഷൻ ആയിരുന്നു. 467 പേര് SC/ST വിഭാഗക്കാർക്കായിട്ടുള്ളതായിരുന്നു. അതിനകത്ത് 376 പേര് കാൻഡിഡേറ്റ്സ് ഉണ്ടായിരുന്നു. 7 പേരാണ് അഡ്വൈസ് ലഭിച്ചത്. അപ്പം ഇതാണ് നമ്മളുടെ ആസ് ഓഫ് നൗ ഉള്ള നോട്ടിഫിക്കേഷനും അതിന്റെ സ്റ്റേറ്റസും. കെമിസ്ട്രി ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ ഈ പരീക്ഷയുടെ ഒപ്പം തന്നെ NVHSC കെമിസ്ട്രിയും നടന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ NVHSC ഇപ്പൊ ഇത് നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം, എല്ലാ റാങ്ക് ലിസ്റ്റും നിലവിൽ വന്നിരിക്കുന്നത് 2024 2024 റാങ്ക് ലിസ്റ്റ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കൃത്യമായിട്ട് 3 വർഷം കാലാവധി 2027 അവസാനിക്കും. സോ 2027 റാങ്ക് ലിസ്റ്റ് അവസാനിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരണം. അങ്ങനെ വരണമെങ്കിൽ 2026 ഡിസംബറിൽ വിജ്ഞാപനം വരണം. എന്തുകൊണ്ടാണ് ഡിസംബറിൽ വിജ്ഞാപനം വരുന്നത്? ഏജ് ക്രൈറ്റീരിയ അനുസരിച്ചിട്ട് എല്ലാവരെയും, കൂടുതൽ ഉദ്യോഗാർത്ഥികളെ ഉൾക്കൊള്ളിക്കാൻ തന്നെയാണ് എല്ലാ പ്രാവശ്യവും PSC ശ്രമിക്കാറുള്ളത്. അപ്പൊ ആ ഒരു ഡേറ്റ് പ്രശ്നമാവാതിരിക്കാൻ വേണ്ടി ഡിസംബർ 31 തന്നെ 2027 നടക്കുന്ന പരീക്ഷകളുടെ എല്ലാം തന്നെ റാങ്ക് ലിസ്റ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ഡിസംബർ 31 എന്ന് പറയുന്ന ഒരു ലാസ്റ്റ് ടൈമാണ്. അതിനുള്ളിൽ ഒരുപക്ഷെ നോട്ടിഫിക്കേഷൻ വരാം. കാരണം 2027 റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുന്നത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കൺസേൺ എന്ന് പറയുന്നത് ഇത്രയല്ലേ നോട്ടിഫിക്കേഷനിൽ അഡ്വൈസ് പോയിട്ടുള്ളൂ, പഠിച്ചിട്ട് കാര്യമുണ്ടോ? നോക്കൂ, ഇതുവരെയുള്ള അവസ്ഥയല്ല
ഇനി അങ്ങോട്ടുള്ളത് കെമിസ്ട്രിക്ക് ലാസ്റ്റ് മൊമെന്റ് പോയ അഡ്വൈസ് എത്രയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. NVHSC കെമിസ്ട്രിക്ക് ലാസ്റ്റ് മിനിറ്റ് 60-ലധികം അഡ്വൈസ് ആണ് പോയത്. അപ്പൊ ഏറ്റവും കൂടുതൽ നന്നായിട്ട് പഠിക്കുക, റാങ്ക് ലിസ്റ്റിൽ ഇടം നേടുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ അവിടെ എടുക്കേണ്ട സ്ട്രാറ്റജി. ഒരു PG കഴിഞ്ഞ് സെറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു പോസ്റ്റാണ് ഈ പറയുന്ന NVHSC അല്ലെങ്കിൽ HSSC എന്ന് പറയുന്നത്. സോ ഡെഫിനറ്റ് ആയിട്ട് ആ പരീക്ഷ അർഹിക്കുന്ന പ്രാധാന്യത്തോടു കൂടി അവിടെ നമ്മൾ പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ എടുക്കേണ്ട സ്ട്രാറ്റജി. സോ ഈ വർഷം നോട്ടിഫിക്കേഷൻ വരും എന്നുള്ളത് യാതൊരുവിധ ഡൗട്ടും ഇല്ലാത്തൊരു കാര്യമാണ്. സോ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമ്മൾ മനസ്സിലോർക്കേണ്ട കാര്യം HSSC ചെറിയ ചെറിയ തെറ്റുകൾ പഠനത്തിൽ വന്നു അല്ലെ. പലവരും വിഷമിക്കുന്ന ഒരു കാര്യം, കുറച്ചും കൂടി പഠിച്ചിരുന്നെങ്കിൽ കിട്ടുമായിരുന്നു, ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ കിട്ടുമായിരുന്നു. അങ്ങനെയുള്ള വിഷമം പറയുന്ന ഉദ്യോഗാർത്ഥികളോട് നിങ്ങൾക്ക് വീണ്ടും ഒരു അവസരവും കൂടി വന്നിരിക്കുകയാണ്. ഈ ഒരു അവസരത്തെ കൃത്യമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മളവിടെ എടുക്കേണ്ട സ്ട്രാറ്റജി. വീണ്ടും പറയുന്നു, അഡ്വൈസ് പോയതിന്റെ കണക്ക് നിങ്ങൾ നോക്കരുത്. എപ്പോൾ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും കാര്യങ്ങൾ തിരിഞ്ഞു മറിഞ്ഞു വരാം. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ വർഷം വന്ന കെമിസ്ട്രിയുടെ അഡ്വൈസ് എന്ന് പറയുന്നത്. സോ ടീച്ചേഴ്സ് നന്നായിട്ട് പഠിക്കുക, ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ട് തന്നെ പഠനം മുന്നോട്ട് കൊണ്ടുപോവുക. കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ NVHSC തുടങ്ങിയില്ലേ എന്ന് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ചോദിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾ തുടങ്ങി. കാരണം കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് അധ്യാപകരോടൊപ്പം എല്ലാ പരീക്ഷയിലും LP, UP, HSC, KTET, SET, NET, അതുപോലെ HSST എല്ലാ പരീക്ഷകളിലും കഴിഞ്ഞ NVHSC പരീക്ഷകളിലടക്കം ഞങ്ങൾ ഉദ്യോഗാർത്ഥികളോടൊപ്പം നിന്നതാണ്. സോ ഡെഫിനറ്റ്ലി ഇവിടെ NVHSC പരീക്ഷയിലും ഞങ്ങളുണ്ട്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മുടെ പുതിയ ബാച്ച്. കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് നമ്മുടെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക 8589083568. ഈ പരീക്ഷ അർഹിക്കുന്ന പ്രാധാന്യത്തോടു കൂടി തന്നെ നമുക്ക് ഒരുമിച്ച് പഠിച്ച് മുന്നോട്ട് പോവാം. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മളുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് നിങ്ങളിലേക്ക് എത്താനായിട്ട് ഞങ്ങളുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഫ്രീ ഗ്രൂപ്പ്സിൽ ജോയിൻ ചെയ്യുക. ആൻഡ് NVHSCയുടെ പഠന സ്ട്രാറ്റജിയുമായിട്ട് നമ്മളൊരു ഫ്രീ ക്ലാസ്സുമായിട്ട് വരുന്നുണ്ട്. ഈ ഫ്രീ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കും വീഡിയോയോടൊപ്പം അവൈലബിൾ ആണ്. സോ കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. വീണ്ടും നമുക്ക് കാണാം മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു സോ മച്ച്.